ഗൈസ്, ഞാനിന്നൊരു പുതിയ വിദ്യ പരീക്ഷിക്കുകയാണ്. അതായത് ഒരു മൺകലം വെച്ചു, അതിനകത്ത് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു മൽമൽ തുണി, കോട്ടൺ മൽമൽ തുണി ഇടുകയാണ്. താഴ്ന്നു പോകുമെന്ന് അറിയത്തില്ല. അതിൻ്റെ പുറത്ത് നമ്മുടെ തിരിക വെച്ചു. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ദോശ പാത്രം ഇവിടെ ഉണ്ട്. അത് ഞാൻ കോരി ഒഴിക്കാൻ പോകും. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല, താഴെ പോവോ വേഗമോ എന്നറിയത്തില്ല. ഏതായാലും അല്ലെങ്കിൽ ഈ ഒരു തുണി ഇവിടെ കെട്ടി വെക്കണം നമുക്ക്. ഏതായാലും ഞാൻ ഈ തുണിയുടെ ഒരു സൈഡ് ഇതിൻ്റെ കാതിൽ കെട്ടി വെച്ചിട്ടുണ്ട്, ഈ കലത്തിൻ്റെ. അപ്പോൾ ആവി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ദോശപാത്രം കോരി ഒഴിക്കാം. അങ്ങനെ ദോശപാത്രമൊക്കെ കോരി ഒഴിച്ചു. ഞാനിത് എൻ്റെ കലത്തിൻ്റെ അടപ്പുകൊണ്ട് തന്നെ മൂടും. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇഡ്ഡലി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിത് ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയപ്പോൾ വെന്ത് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ നന്നായിട്ട് വെന്ത് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ കെട്ടയച്ച് ഇതിൻ്റെ തുണിയോടുകൂടി അല്ല സ്പൂൺ കൊണ്ട് കോരി എടുക്കാറുണ്ട്. അപ്പോൾ നോക്കട്ടെ, സ്പൂൺ കൊണ്ട് എടുക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ തിരികെ അങ്ങ് മാറ്റി ഇനി ഇതുകൊണ്ട് എടുക്കാവുന്നതാണ് നല്ലത്. പക്ഷെ ഇത് വലിയ എന്താ പറയുക, ഒട്ടിയിരിക്കുന്ന നല്ല ചൂടായതുകൊണ്ട് ഇച്ചിരി ഒന്ന് അതിൻ്റെ ഒരു ഫ്ലഫിനെസ്സൊക്കെ. ഏതായാലും കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത് സ്പൂൺ കൊണ്ട് തന്നെ, അതുകൊണ്ട് നമുക്ക് അധിക പണിയില്ല. പക്ഷെ വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഇത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതേ തുണിയിലേക്ക് നമ്മൾ തിരികെ എടുത്ത് വെച്ചു. തിരികെ എല്ലാ വീട്ടിലും കാണുമല്ലോ. ആ തിരികെ എടുത്ത് വെച്ച് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ദോശ ബാറ്റർ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഒരു തവി ഒഴിച്ചുള്ളായിരുന്നു. ഇപ്പം ഞാൻ 2 തവി ഒഴിക്കുകയാണ്. കാരണം അതേ വട്ടത്തിൽ വലിയ രീതിയിൽ വരാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും ഒരു തവിയും കൂടെ ഒഴിച്ചിരിക്കുന്നു. അതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് പഴയ പോലെ തന്നെ കലത്തിൻ്റെ മൂടി എടുത്ത് വെച്ച് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് നേരം വെക്കണം, നല്ലോണം വേകാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വെന്തില്ലെങ്കിൽ എന്തോ ചെയ്യും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് നമുക്ക് അതെടുക്കാം. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇഡ്ഡലിയും എടുത്തു. ഇനി ഈ ഇഡ്ഡലിയുടെ മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിപ്പൊടി ഇടുക. ഞാനിവിടെ ആച്ചിയുടെ ഇഡ്ഡലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇഡ്ഡലിപ്പൊടി നന്നായിട്ട് ആ ഇഡ്ഡലിയുടെ മുകൾ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വെതറണം. എന്നിട്ട് നമ്മൾ ഓയിൽ സ്പ്രേ ബോട്ടിൽ കൊണ്ട് സ്പ്രേ ചെയ്യണം. ഇനി സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചാലും മതിയാവും. ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. തയ്യാറാക്കണം. അതിൻ്റെ രുചി എന്താണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നോക്ക്, എന്താ ടേസ്റ്റ് എന്നറിയാം. ഭയങ്കര സോഫ്റ്റ്, ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായും തയ്യാറാക്കുക. അപ്പോൾ ഒന്നുകൂടെ കണ്ടോളൂ. ഇത് 3rd ടൈം നമ്മൾ വീണ്ടും ഒരു ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിച്ചിരി നല്ല ഭംഗിയായിട്ട് വലുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. ഞാനിതെല്ലാം സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുത്താൽ പോരും. ഞാനൊരു പരന്ന സ്പൂൺ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടെടുത്ത് നല്ല അന്തസ്സായിട്ട് നമ്മൾ തട്ടിഡ്ഡലി അല്ലെങ്കിൽ രാമേശ്വരം ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 3ാമത്തെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ 3ാമത്തെ ഇഡ്ഡലി ഉണ്ടായി. അങ്ങനെ എല്ലാ ഇഡ്ഡലിയും റെഡിയായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ വട 2 കഴിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത്ര സോഫ്റ്റായിരുന്നു. വലിയ നാവിൽ വെച്ച് അലിഞ്ഞ് ഇറങ്ങി പോകുകയെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഒറിജിനൽ ഇഡ്ഡലി അങ്ങനെ തന്നെയാണ്. തീർച്ചയായും പരീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ഇഡ്ഡലി. ഇനി ഇതിൻ്റെ മുകളിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രേ ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് ഗീ എങ്കിലും ഇടുവാണെങ്കിൽ സൂപ്പർ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് വളരെ രുചികരമായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാം. എല്ലാ കുട്ടികളും എത്ര വേണ്ടെന്ന് പറഞ്ഞാലും കഴിച്ചോളും. അത്രയ്ക്ക് സ്വാദാണിത്. തീർച്ചയായും തയ്യാറാക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് എന്നെ തീർച്ചയായും അറിയിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നമുക്ക് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിട്ട് വരാം, കുക്കിംഗ് മെത്തേഡ്സുമായിട്ട് വരാം. അതും നമ്മുടെ സാധാരണ രീതിയിലുള്ള വലിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല ഉപയോഗമായിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫ്രം മാഗീസ് കിച്ചൺ. സ്റ്റേ ട്യൂൺ ടു മാഗീസ് കിച്ചൺ ഫോർ മോർ റെസിപ്പീസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇഡ്ഡലി പുതിയ രീതിയിൽ ഉണ്ടാക്കുന്നത് സക്സസ്ഫുള്ളായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ഇഡ്ഡലി അതിനകത്ത് നമ്മൾ തിരികെ വെച്ചു, ദോശ ബാറ്റർ കോരി ഒഴിച്ചു. അങ്ങനെ നമ്മുടെ കലത്തിൻ്റെ മുകളിലെ തുണിയിൽ കൂടെ ആവി വന്ന് നമ്മുടെ ഇഡ്ഡലി വേകാനായിട്ട് തുടങ്ങുകയാണ്. ഇത് മൂടി വെച്ച് വേവിക്കണം. നിങ്ങൾക്ക് ശരിക്കും ഒരു രാമേശ്വരി ഇഡ്ഡലിയുടെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവയും കൂടി തലേദിവസം ഇട്ട് വെക്കണം. നമ്മുടെ സ്ഥിരം ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ എത്ര സോഫ്റ്റ്
ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. എന്നാ സോഫ്റ്റ് എന്നറിയുന്ന ആവിൽ വെച്ച് അരിഞ്ഞു പോകുന്ന ഒരു ഇഡ്ഡലിയാണ്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി പ്ലേറ്റിലെടുത്ത് അതിൻ്റെ പുറത്ത് ഇഡ്ഡലി പൊടി തൂകി അതുപോലെ തന്നെ ഓയിൽ സ്പ്രേ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ സാമ്പാറും അല്ലെങ്കിൽ ചട്നിയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഇത് വീണ്ടും ഉണ്ടാക്കാം. അപ്പോൾ റെഡിയല്ലേ നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്.